നമുക്ക് എൻ്റെ അമ്മ വീട് വരെ ഒന്ന് പോയിട്ട് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ രണ്ട് സൈഡിലും അതുപോലെ വീടിന് ചുറ്റും മരങ്ങളാണ്. ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള മരങ്ങളും ചെടികളും ഒന്നും തന്നെ കാണില്ല. നമുക്കപ്പോ സ്റ്റാർ ഫ്രൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ചതുരപ്പുളി, നക്ഷത്രപ്പുളി എന്നൊക്കെ പറയുന്ന ഈ സംഭവത്തിന്റെ ഒട്ടും പുളിപ്പില്ലാത്ത വെറൈറ്റിയാണ് കേട്ടത്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒട്ടും ഹൈറ്റ് ഇല്ലാത്തൊരു മാവ് കായ്ച്ചു നിൽക്കുന്നു. ചട്ടിയിൽ നാരങ്ങ കായ്ച്ചു നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ നിൽക്കുന്ന മരം ആർക്കെങ്കിലും അറിയോ? ഇതാണ് മാംഗോസ്റ്റിൻ. ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. നിറയെ കായ്കളുണ്ട്, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ. ഇതാ വീടിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ പൈനാപ്പിളിന്റെ പല വെറൈറ്റീസും ഉണ്ട്. ഇത് റംബൂട്ടാൻ ആണ്. റംബൂട്ടാന്റെയും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കു അഥവാ സപ്പോട്ട ഒരുപാട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. പേരക്കയുടെ പകുതിയൊക്കെ കിളികളും അണ്ണാനൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ പുറകിലുള്ള എഫേർട്ട് എന്റെ മാമിയുടേതാണ്. ആളൊരു ഫുൾ ടൈം വർക്കറാണ്, പ്രൊഫസറാണ്. എന്നിട്ടും ഇതിനൊക്കെയുള്ള ടൈം കണ്ടെത്തുന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അല്ല. പ്ലാവിന്റെ മേലെയെല്ലാം നിറയെ ചക്കയുണ്ട്. പക്ഷെ ഈ പ്ലാവിലുള്ള ചക്കയെല്ലാം ഭയങ്കര ഉയരത്തിലാണ്. എന്തായാലും ഞാനും ചേച്ചിയും മാമിയും കൂടെ വളരെ പരിശ്രമിച്ച് കുറെ ചക്ക ഇട്ടു. ചക്ക മാങ്ങ സീസണിൽ നാട്ടിൽ വന്നത് എന്തായാലും ഭയങ്കര കാര്യമായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ നാട്ടിൽ വരുന്നതെല്ലാം ഒക്ടോബർ നവംബർ ടൈമിലൊക്കെ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സീസണൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും എനിക്ക് കിട്ടാറില്ല. ചക്കയൊക്കെ പറിച്ചു വന്നപ്പോഴേക്ക് എനിക്ക് മാവിന്റെ ചുവട്ടുനിന്ന് ഒരു പഴുത്ത മാങ്ങയും കിട്ടി. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മയില് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആളെ ക്യാമറയിൽ പെടുത്താൻ മാക്സിമം ട്രൈ ചെയ്തെങ്കിലും മിഷൻ സക്സസ് ആയി. ക്യാമറയിൽ ഒരു പിടി തരാതെ ആളെങ്ങോട്ടോ ഓടി മറിഞ്ഞു.